തുമ്പിയെ കണ്ടു കഴിയുമ്പോൾ അവനൊന്നും പറയുകയില്ല. ആ മോളുടെ മുഖത്ത് നോക്കി ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? തുമ്പിയെ കണ്ടു കഴിയുമ്പോൾ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? തുമ്പിയെ കണ്ടു കഴിയുമ്പോൾ അവൻ ഇഷ്ടപ്പെടും. അപ്പം ഈ വരുന്ന ഞായറാഴ്ച അമ്മയുടെ തുമ്പിയുടെ ചിറകൊടിയുമെന്ന് താരം. ഋഷി ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, വരാൻ പോകുന്ന യാഥാർത്ഥ്യം മുൻകൂട്ടി പറഞ്ഞതാ. എന്തായാലും നടക്കാത്ത കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകാൻ ഞാനില്ല. പിന്നെ ഋഷി വരുന്ന കാര്യം അത് നീ എനിക്ക് വിട്ടേക്ക്. മാധവൻ പവിത്രയുടെ തോളിൽ കൈവച്ച് ആശ്വസിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ചെറിയൊരു ആശ്വാസം ആ അമ്മയുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. ആളുടെ പേര് നല്ലതാ അല്ലേ നാച്ചിയമ്മേ? അല്പം പ്രായമായ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിനിടയിലാണ് തുമ്പിയുടെ ചോദ്യം. ഉവ്വ് കുട്ടിയെ, സ്വഭാവം നല്ലതായിരിക്കും, മിടുക്കനായിരിക്കും. ഒന്നുമില്ലാതെ ഒരാളെ മദർ എന്തായാലും കണ്ടുപിടിക്കില്ല. ആളൊരല്പം ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. അതെന്താ ഇപ്പം അങ്ങനൊരു തോന്നൽ? ആവേശത്തിൽ എന്തോ ചാടി പറയാൻ എന്നോണം ചാടി എണീറ്റ് ബെഡിൽ ചമ്രം പണഞ്ഞിരുന്നു. മദർ പറഞ്ഞൂലോ ആളല്പം സ്ട്രിക്റ്റാണെന്ന്. അപ്പോൾ ദേഷ്യം ഉണ്ടാവില്ലേ? പിന്നെ ജോലി അങ്ങനെയാണല്ലോ. എന്നാലും നാച്ചിയമ്മ, എനിക്ക് സംശയം.